ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഏകദേശം 2 ആഴ്ചയോളമായി നമ്മൾ വീഡിയോ യൂട്യൂബിൽ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ പൈപ്പിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് കേട്ടോ. കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് പറയുന്നത്. നേരത്തെ നമ്മൾ അതിനെപ്പറ്റി ഷോർട്ട് വീഡിയോയിലൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പുറത്ത് മണ്ണടി കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇവിടുത്തെ ടാങ്ക് ലൈനിൻ്റെ അവിടെ നിന്ന് തുടങ്ങട്ടെ. നമ്മൾ നേരത്തെ ഒന്ന് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ടാങ്ക് ലൈനിൻ്റെ അവിടെ നിന്ന് അടിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടുത്തെ ഇത് കാണുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈപ്പുകൾ വന്ന് നിൽക്കുന്നത് തോന്നും. പലർക്കുള്ളൊരു സംശയമായിരിക്കും ഇതിനകത്ത് തോന്നെ പൈപ്പുകൾ വന്നിരിക്കുന്നതെന്ന് ചോദിക്കട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വിവരിച്ച് കാണിച്ചു തരാം. ഈ 2 ഇഞ്ച് പൈപ്പ് നമ്മൾ ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പാണ്. ഇത് 2 ഇഞ്ച് ടാങ്കിൽ നിന്ന് ഇറങ്ങുന്ന പൈപ്പ്. അതിൻ്റെ താഴ്ഭാഗത്തൊരു ലൈൻ ഫിൽറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലൈൻ ഫിൽറ്റർ വെക്കേണ്ട രീതിയൊക്കെ നമ്മൾ അന്ന് പറഞ്ഞതാണ്. ഇതേപോലെയാണ് ലൈൻ ഫിൽറ്റർ വെക്കേണ്ടത്. അത് കഴിഞ്ഞൊരു 1.25 ഇഞ്ച് പൈപ്പ് വന്നിട്ടുണ്ട്. ഈ 1.25 ഇഞ്ച് മുകളിലേക്ക് ബാത്റൂമിലേക്ക് പോകുന്ന പൈപ്പിൻ്റെ വാൾ വേണ്ടോ, അത് 1.25 ഇഞ്ച് വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ഒരു 1.25 ഇഞ്ച് വരുന്നത് മോട്ടർ, ഇവിടുത്തെ ബോർവെൽ വരുന്നത് 1.5 ഇഞ്ച് ഔട്ട് തള്ളുന്ന ലൈനാണ്. അപ്പോൾ അത് 1.25 ഇഞ്ച് പൈപ്പ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. 1 ഇഞ്ച് കിണറിൻ്റെ ഒരു പൈപ്പ് നമുക്ക് ഇവിടെ കിണറിൻ്റെ ഓപ്പൺ വെല്ല് വരുന്നുണ്ട്. അതിൻ്റെ ഒരു പൈപ്പാണ് 1 ഇഞ്ച്. പിന്നെ അതൊരു സോളാറിൻ്റെ പൈപ്പാണ്. നമ്മൾ മുകളിൽ നിന്ന് ചൂടുവെള്ളം ഇറങ്ങുന്ന ഒരു സോളാറിൻ്റെ 1 ഇഞ്ച് പൈപ്പ് വന്നിട്ടുണ്ട്. അത് താഴ്ഭാഗത്ത് കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് നേരെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് റെഡ്യൂസ് ചെയ്തിട്ട് 3/4 ഇഞ്ചാക്കിയിട്ട് പോകുന്നുണ്ട്. ഇതൊരു വാട്ടർ തൊട്ടൊരു പൈപ്പാണ്. അതായത് പഞ്ചായത്തിൽ നിന്ന് വരുന്ന വെള്ളത്തിൻ്റെ ലൈനിൻ്റെ പൈപ്പാണ് ഈ കാണുന്നത്. ഈ 3 പൈപ്പ് സോളാറിൻ്റെ പൈപ്പാണ്. നമ്മൾ ഇതിൽ മുകളിൽ സോളാർ വെക്കുന്നുണ്ട്. സോളാർ വെക്കുന്ന 3 ഇലക്ട്രിക്കലിൻ്റെ പൈപ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതായത് 2 എർത്തിങ്ങും അതേപോലെ സോളാറിന് വരുന്ന അതിൻ്റെ DC പ്ലസ് മൈനസുള്ള വയർ വരാൻ വേണ്ടിയിട്ടുള്ള 4 വയർ വരും ഇതിൽ കേട്ടോ. അതിൻ്റെ പൈപ്പാണ് ഇത്. നമ്മൾ ഓട്ടോമേഷൻ ഒരു CAT 6ൻ്റെ വയറാണ്. ഇതിൻ്റെ അടിയിൽ കൂടി പോയിട്ട് ആ CAT 6ൻ്റെ വയർ അവിടെ നിൽക്കുന്നുണ്ട്. അത് നമ്മൾ മോട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവാനും വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന CAT 6ൻ്റെ വയറാണ്. അപ്പുറത്ത് കാണുന്ന 3 ഇഞ്ച് പൈപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് വരുന്ന ഈ സൺസൈഡിൻ്റെയും ആ മുകളിൽ നിന്ന് വരുന്ന ഭാഗത്തിൻ്റെ മഴവെള്ളത്തിൻ്റെയും റെയിൻ വാട്ടർ കണ്ടോ, അവിടെ കണ്ടിട്ട് കണ്ടോ, ആ കണ്ടിട്ട് നിൽക്കുന്ന വെള്ളം വരാൻ വേണ്ടിയിട്ട് 3 ഇഞ്ച് പൈപ്പ് ഇറക്കിയിട്ടുണ്ട്. ഈ കാണുന്ന 1.25 ഇഞ്ച് പൈപ്പ് അതായത് ബോർവെല്ലിൽ നിന്ന് എന്തെങ്കിലും അടിക്കുന്ന സമയത്ത് ഓവർഫ്ലോ ആകുമ്പോൾ അവർക്ക് അത്രയും ഹൈറ്റിൽ നിന്ന് വരുമ്പോൾ ഇവിടെ തൊട്ടടുത്ത് വീടുകളാണ്. അപ്പോൾ തെറിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ ഇത്രയും താഴ്ഭാഗത്ത് കൊടുത്തിട്ട് ഇറക്കിക്കുന്നത്. വെള്ളം വീണ് അറിയാൻ വേണ്ടിയിട്ടാണ്. സാധാരണ രീതിയിൽ സൺസൈഡിൻ്റെ മുകളിൽ ഇടാറ്. പക്ഷേ അത് ഒരുപാടായി കഴിഞ്ഞാലും ഇതിൻ്റെ വീടുകൾ തമ്മിൽ ഗ്യാപ്പ് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി അടിക്ക് ഇറക്കിയെന്ന് മാത്രം കേട്ടോ. പിന്നെ ഈ കാണുന്ന 2 ഇഞ്ച് ബാത്റൂമിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളത്തിൻ്റെയാണ്. ബാത്റൂമിൽ നിന്ന് വരുന്നത് ഈ കാണുന്ന പൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ എന്താ പറയുക 4 ഇഞ്ച് വേസ്റ്റ് വെള്ളത്തിൻ്റെയാണ്. അവിടെ ഡോർ കപ്ലിംഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലോക്കോ കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഇവിടുന്ന് നേരത്തെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞതാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പൈപ്പ് അടിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. സോളാറിൻ്റെ കാര്യങ്ങളൊക്കെ അതിന് ഓവർലാപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഈ ക്ലാമ്പ് നമ്മൾ ഉണ്ടാക്കിപ്പിച്ച് ചെയ്യിപ്പിച്ച ക്ലാമ്പാണ്. ഈ കാണുന്ന ക്ലാമ്പ് നമ്മൾ ഉണ്ടാക്കിപ്പിച്ച് ചെയ്യിപ്പിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ തറയിൽ നിന്ന് വരുന്ന ഫിറ്റിങ്സൊക്കെ നമുക്ക് കമ്മിയായി കിട്ടും. അപ്പോൾ തറയിൽ കണ്ടോ ഇത്ര ഗ്യാപ്പ് ഇട്ടിട്ട് അടിച്ചിരിക്കുന്നത്. നമുക്ക് നിങ്ങളെ ഇതിൻ്റെ എത്ര ഗ്യാപ്പ് വരുന്നോ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ സാധാരണ രീതിയിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ ചുമര് വഴി അടിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിറ്റിങ്സ് പിന്നെയും കൂട്ടേണ്ടി വരും. ഈ കണ്ട അതിനൊക്കെ 45 ഇട്ട് കൂട്ടേണ്ടി വരും. പിന്നെ രണ്ടാമത്തെ കാര്യം വെള്ളത്തിൻ്റെ ഫ്ലോ കമ്മിയാവും. പിന്നെ ബ്ലോക്കുകൾ വരും. ഇപ്പോൾ 4 ഇഞ്ചൊക്കെ ഇടുന്ന സമയത്ത് ഒരുപാട് ഫിറ്റിങ്സ് വരുമ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് ഇതേപോലെ ക്ലാമ്പ് വെച്ച് അടിക്കുകയാണെങ്കിൽ എവിടെയും നമുക്ക് ഫിറ്റിങ്സ് വേണ്ട, നേരിട്ട് അറക്കാൻ പറ്റും. ചില വീടുകളിൽ അവിടെ ഒരു 4 ഇഞ്ചിൻ്റെ ഒരു കെട്ടൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ആ ഫിറ്റിങ്സിന് ആവശ്യം വരില്ല. നേരെ നമുക്ക് മുകളിലേക്ക് കയറ്റാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് നേരെ നമ്മൾ ഇവിടുന്ന് മണ്ടടി കൂടി കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടുന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടോട്ടൽ 5 ബാത്റൂമാണ് വരുന്നത്. അപ്പോൾ അതിൽ ഇവിടെ 2 ബാത്റൂം പറഞ്ഞാൽ ഒന്ന് മുകളിലത്തെയും ഒന്ന് താഴ്ഭാഗത്തെയും. അപ്പോൾ ഇവിടെ ഒരു ബേസിൻ്റെ വരുന്നതായി സെപ്പറേറ്റ് പൈപ്പ് ഇട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 2.5 ഇഞ്ച് ഇട്ടിട്ട് നേരെ ഇവിടുന്ന് റെഡ്യൂസ് ചെയ്തിട്ട് നേരെ ഈ 3 ഇഞ്ചിലേക്ക് ഇവിടെ ചാമ്പർ വെച്ചിട്ടുണ്ട്. ഇത് ഈ ചാമ്പർ 3 ഇഞ്ചിൻ്റെ 4 ഇഞ്ചിൻ്റെ ചാമ്പറാണ്. നേരെ ചാമ്പർ വെച്ചിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് നേരെ അവിടെ ഒരു വേസ്റ്റ് കുഴി വരുന്നുണ്ട്. മൊത്തം ഇവിടെ ടോട്ടൽ 3 വേസ്റ്റ് കുഴിയാണ് വരുന്നത്. ബാത്റൂമിൽ നിന്ന് പോകുന്ന വെള്ളത്തിൻ്റെ 2ഉം അതേ വേസ്റ്റ് കുഴിയും അതേപോലെ ഒരു കിച്ചണിൽ നിന്ന് വരുന്ന വേസ്റ്റ് കുഴിയും, അങ്ങനെയാണ് ടോട്ടൽ 3 വേസ്റ്റ് കുഴി വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ ചാമ്പർ നേരെ വന്നിട്ട് നേരെ ആ കുഴി ചാക്കിട്ട് വെച്ചിട്ടാണ് അവിടെ ഒരു കുഴി കുഴിക്കാണ്ട്. അപ്പോൾ ആ കുഴിയിലേക്ക് നമ്മൾ ഈ പൈപ്പ് ഇടും. അതിൻ്റെ കൂടെ തന്നെ അവിടെ കാണുന്ന ഒരു 1.25 ഇഞ്ച് പൈപ്പ് അവിടെ ഒരു ഫിഷ് ടാങ്ക് വരുന്നുണ്ട്, ഒരു അക്വേറിയം വരുന്നുണ്ട്. അത് കെട്ടിയിട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് വരുന്ന എപ്പോഴും ക്ലീൻ ആക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വെള്ളം ഇതിലേക്ക് പോകും. പിന്നെ അവിടെ ഒരു കുളം പോലെ സംഭവം ചെയ്യുന്നുണ്ട്. അതിനൊരു 1.5 ഇഞ്ച് പൈപ്പ് നേരെ ഈ കുഴിക്ക് ഇടും വേസ്റ്റിൻ്റെ കേട്ടോ. അത് ഇടാണ്ട് അതവിടെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇടുള്ളൂ. അതിലേക്കുള്ള ഒരു പ്ലംബിങ്ങിൻ്റെ ലൈനും കൊണ്ടുപോകാണ്ട്. ആ കാണുന്ന ലൈൻ എന്താ വെച്ച് കഴിഞ്ഞാൽ 1.25 ഇഞ്ച് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഈ 1.25 ഇഞ്ച് നേരെ പോയിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം ഭാഗം കംപ്ലീറ്റ് പുല്ല് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. സ്പ്രിംഗ്ലർ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റേഡിയത്തിലൊക്കെ വെക്കുന്ന സ്പ്രിംഗ്ലറാണ്. അപ്പോൾ അത് ഏതൊക്കെ ഏരിയയിൽ വരിക വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള പൈപ്പാണ് 1.25 ഇഞ്ച്. ആ 3/4 ഇഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാട്ടർ തൊട്ടിട്ട് മീറ്റർ വരുന്നുണ്ട്. ആ മീറ്റർ ആ സൈഡിൽ വരിക. അപ്പോൾ അതിനെ പൈപ്പ് അവിടെ ഇട്ടിരിക്കണം കേട്ടോ. അത്രേ ഉള്ളൂ ഈ കാര്യങ്ങളുള്ളത്. അപ്പോൾ സ്പ്രിംഗ്ലറിൻ്റെ നമ്മൾ ഇനി പൈപ്പ് ഇടാണ്ട് അത് ആ സൈഡ് കൂടി കൊണ്ടുപോകും. ആ മതിലിൻ്റെ സൈഡ് കൂടി കൊണ്ടുപോയിട്ട് നോക്കിക്കൊണ്ടു. അങ്ങനെ സെൻറ്റർ കൂടി കൊണ്ടു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെടിയോ കാര്യങ്ങളൊക്കെ കുഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സൈഡ് കൂടി നമ്മൾ കൊണ്ടുപോയിട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിക്കാണ് ആ പൈപ്പ് 1.25 ഇഞ്ച് അവിടെ നിർത്തിയിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഒരു വാട്ടർ ടാപ്പിനുള്ള പോയിൻറ്റ് നമ്മൾ ഇട്ട് നിർത്തിയിട്ടുണ്ട്.
പിന്നെ ഈ സൈഡിൽ കൂടി കൊണ്ടുപോകുന്നത് എന്ന് വെച്ചാൽ ബാക്കിയുള്ള പൈപ്പാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 പോകുന്നത് ഇതിൻ്റെ വേസ്റ്റ് കൂടി അവിടെ വരുന്നത് ബാക്ക് സൈഡിലാണ് വരുന്നത്. അപ്പോൾ അത് വൈറ്റ് ഇട്ടിട്ട് കണ്ട് ചെയ്ത് ഡോറൽ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോറൽ ബോർഡ് ഇവിടെ ചാമ്പർ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഈ 2 വരിയിൽ നിന്ന് വരുന്നിടത്ത് നമുക്ക് ചാമ്പർ അധികം ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. നേരിട്ട് അങ്ങനെ വൈ ഇട്ടിട്ടാണ് പിന്നെ ബ്ലോക്കോ കാര്യങ്ങളൊന്നും വരില്ല. അതേപോലെ ഇതിൻ്റെ വേസ്റ്റിൻ്റെ വെള്ളം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു വാഷിംഗ് മെഷീൻ്റെ വെള്ളം വരുന്നുണ്ട്. ആ 2 ഇഞ്ച് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. ഈ 2 ഇഞ്ച് ഇങ്ങനെ വന്നിട്ട് നേരെ ഇതിലേക്ക് വന്നിട്ട് ഈ വേസ്റ്റ് പോയി കഴിഞ്ഞിട്ടാണ് ഈ ചാമ്പറിലേക്ക് പോകുന്നത്. ചാമ്പറിന് നേരെ അവിടെ കൊടുക്കും. ഇവിടെ ചാമ്പർ കൊടുക്കാൻ കാരണം ഇവിടെ ബെൻഡ് വരുന്നുണ്ട്. അപ്പോൾ 3 ഏരിയ വരിക കാരണം കൊണ്ട് ഒരു ഭാവിയിൽ ഒരു ബ്ലോക്കോ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ വരും കേട്ടോ. അതിനൊരു ചാമ്പർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് സെറ്റാണ്. പിന്നെ ആ കാറ്റ് 6ൻ്റെ വയർ നമ്മൾ ഇട്ടിട്ട് നേരെ ഇതിൻ്റെ ഇടയിൽ ഇട്ടുണ്ട് കേട്ടോ. അത് നേരെ വന്നിട്ട് അവിടെ കയറുന്നുണ്ട്. അവിടെ ക്ലാമ്പ് അടിക്കാണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ നിന്ന് വെച്ചാൽ ഇവിടെ ഒരു കിച്ചൺ വരുന്നുണ്ട്. ഈ കിച്ചൻ്റെ നമ്മളെപ്പോഴും സപ്പിയിട്ട് വേസ്റ്റ് കുഴി ഇടുകയാണ് ഏറ്റവും നല്ലത്. കാരണം കിച്ചണിൽ എപ്പോഴും സ്മെല്ലോ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ കിച്ചണിൽ വരുമ്പോൾ എപ്പോഴും സപ്പിയിട്ട് വേസ്റ്റ് കുഴി ഇടുകയാണെങ്കിൽ നമുക്ക് ബാത്റൂമിൻ്റെ ഉള്ളിലൊക്കെ ട്രാപ്പ് ഉള്ളതാണെങ്കിലും ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ നമുക്ക് സ്മെല്ല് വരില്ല കേട്ടോ. അപ്പോൾ നേരത്തെ ഇങ്ങനെ കയറിയിട്ട് ഇവിടെ 2 ഇഞ്ച് പൈപ്പ് നമുക്ക് ബുഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് 2 ഇഞ്ച് കണക്ട് ചെയ്ത് കേട്ടോ. അത് നേരെ കൊടുത്തിട്ട് ഇവിടെ എയർ പൈപ്പ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അവിടെ സെറ്റ് ചെയ്യാണ്ട് കേട്ടോ. എയർ പൈപ്പ് വെച്ച് കൊടുക്കാണ്ട്. അപ്പോൾ അത് നേരെ നമ്മൾ ഈ 2 ഇഞ്ച് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടി സ്ലോപ്പ് നോക്കിയിട്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇവിടെ 2 ഇഞ്ച് വന്നിട്ട് ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഡിഷ് വാഷ് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 2 ഇഞ്ച് വേറൊരു ലൈൻ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ 2 ഇഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ 2 ഇഞ്ച് കിച്ചണിൽ വരുന്ന വെള്ളത്തിൻ്റെ ഉണ്ടോ. അപ്പോൾ കിച്ചണിൽ വരുന്ന വെള്ളത്തിൻ്റെ ഓൾറെഡി നമ്മളവിടെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അത് നേരെ അവിടെ നിന്ന് കയറ്റിയിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടി വൈകിട്ട് നേരെ ഇതിൽ കൊടുക്കുകയാണ്. എവിടെ നിന്നിട്ട് നമ്മൾ 3 ഇഞ്ച് വൈകിട്ടിട്ട് 3 ഇഞ്ചാണ് നമ്മൾ ഇങ്ങോട്ട് കൊടുത്തിട്ട് നിർത്തി കേട്ടോ. ഇവിടുന്ന് 3 ഇഞ്ചിൻ്റെ നമ്മൾ നേരെ ഇതിന് വൈ കൊടുത്തിട്ട് നേരെ ഇതിലേക്ക് കണ്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഒരു സിങ്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സിങ്കിൻ്റെ അവിടെ ഒരു വർക്കേറ്റിൻ്റെ അവിടെ സിങ്ക് വരുന്നത്. അപ്പോൾ അതിലേക്ക് 2 ഇഞ്ച് പൈപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇവിടെ പുഷ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ നമ്മൾ ഇതിൻ്റെ ഇവിടേക്ക് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ഒരു സ്പ്രിംഗ്ലർ വരുന്നുണ്ട് പറഞ്ഞില്ലേ. ആ സ്പ്രിംഗ്ലറിൻ്റെ പൈപ്പാണ് ഈ റെഡ് ടാപ്പ് അടിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോകും നമ്മൾ. അത് മണ്ണൊക്കെ ഇട്ട് ഇവിടെ നിന്ന് മണ്ണ് പൊക്കാണ്ട് കാണുന്ന ആ ലെവലിൽ അത്രയും ഹൈറ്റിൽ മണ്ണ് വരും. അപ്പോൾ ആ ലെവലിൽ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് ടീറ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ അവിടെ ഒരു ബോർവെൽ വരുന്നുണ്ട്. ആ ബോർവെല്ലിൽ നിന്നാണ് നമ്മൾ സ്പ്രിംഗ്ലർ കൊടുക്കുന്നത്. അല്ല വാട്ടർ ടാങ്ക് എന്നല്ല കേട്ടോ കൊടുക്കുന്നത്. 2 ഓപ്ഷൻ ഉണ്ട്. അവിടെ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് മുകളിൽ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റ് മോട്ടർ അടിക്കുന്ന സമയത്തും അങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അത് നല്ല പ്രഷർ ഉണ്ടെങ്കിലാണ് ഈ സംഭവം വർക്ക് ചെയ്യുള്ളൂ. സാധാരണ രീതിയിൽ പ്രഷർ പമ്പിൽ കൊടുക്കാൻ പാടില്ല. പ്രഷർ പമ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രഷർ പമ്പ് പെട്ടെന്ന് അടിച്ചു പോകും. പെട്ടെന്ന് ചൂടായി കത്തി പോകും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും മോട്ടർ വഴിയാണ് സ്പ്രിംഗ്ലർ കണ്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് സ്പ്രിംഗ്ലർ വരും. ഫ്രണ്ടിലേക്ക് 2 കൂടി വരും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ അവിടെയാണ് പൈപ്പ് മോട്ടറിൻ്റെ അവിടെ നിർത്താനുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് വരുന്ന 1.5 ഇഞ്ച് പൈപ്പ് ആക്കി കൊണ്ടുപോകും കേട്ടോ. കാരണം സ്പ്രിംഗ്ലറിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് അവിടുന്ന് പൈപ്പിൻ്റെ എണ്ണം കൂട്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ വേസ്റ്റ് 4 ഇഞ്ചിൻ്റെ പൈപ്പ് വരുന്നത് ആ കാണുന്ന കുഴിയാണ് കേട്ടോ. ഇത്രയും ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഹൈറ്റിലാണ് കൊണ്ട് പിന്നെ മണ്ണ് ഏകദേശം അതിൻ്റെ മേലെ കൂടി ഒരു കസ്റ്റ് ഒരു അടി കൂടി മണ്ണ് ഒരു അടി ഉണ്ടാവും. ഒരു അരടിക്കെങ്കിലും മണ്ണ് പോകും. അപ്പോൾ നമ്മൾ പൈപ്പ് എന്താ വെച്ചാൽ ഒരുപാട് ഇവിടെ താത്തിയിട്ടില്ല. ഇനി താത്തി കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കുഴിയിലേക്ക് വല്ലാതെ വേസ്റ്റായി പോകും. അതുകൊണ്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കസ്റ്റ് ഒരു അടിയോളം താത്തിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. മണ്ണ് ഞാൻ പാക്ക് ചെയ്തിടാനുള്ളൂ. അപ്പോൾ ആ ഒരു അടി ക്യാപ്പ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ കറക്റ്റ് ഒരു അടി പൈപ്പിൻ്റെ അടിയിൽ കറക്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഒരുപാട് താത്തിക്കൊണ്ടായിരുന്നു. ഇതിൻ്റെ അടിയിൽ നമ്മൾ കല്ല് വെച്ച് പാക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ലൂസ് മണ്ണായതുകൊണ്ട് പൈപ്പ് താന്ന് പോകേണ്ട വെച്ചിട്ട് എല്ലാ പൈപ്പിൻ്റെ അടിയിലും ഇതേപോലെ 4 ഇഞ്ചിൻ്റെ കല്ല് വെച്ചിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഇതിലേക്ക് കംപ്ലീറ്റ് നമ്മൾ മണ്ണ് പാക്ക് ചെയ്ത് കൊടുക്കും. ഇവിടെ മണ്ണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സൈഡ് ഇവിടെ മണ്ണ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് വെള്ളം വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റാക്കും. അവിടെ വെള്ളം വെച്ച് കണ്ടോ. അപ്പോൾ അതേപോലെ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ പൈപ്പ് അവിടെ നിന്ന് പിന്നെ അളകില്ല. ഇനി ഇതിൻ്റെ മേലെ കൂടി ഈ ഫുള്ള് നല്ല മണ്ണിട്ടിട്ട് ഈ കാണുന്ന മണ്ണൊക്കെ തട്ടി കേട്ടോ. മണ്ണൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇതിൽ യൂജി കേബിളിൻ്റെ വർക്ക് വരുന്നുണ്ട്. യൂജി കേബിളിൻ്റെ വർക്ക് പറഞ്ഞാൽ മണ്ണിട്ടതിന് ശേഷം മാത്രമേ നമുക്കത് ഇടാൻ പറ്റുള്ളൂ. അത് പിന്നീട് ഇതിൽ കൂടെ ഇടില്ല. അത് വേറെ സൈഡിൽ കൂടെ നമ്മൾ ഇടുന്നത്. അത് ഇടുന്ന സമയത്ത് എന്തായാലും ഞാൻ വീഡിയോ ചെയ്യാം. പിന്നെ ഇവിടെ ഒരു 6 ഇഞ്ചിൻ്റെ ഒരു നമ്മൾ മെയിൻ ഹോൾ കെട്ടില്ല റെഡിമെയ്ഡായിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് ഈ കാണുന്ന 4 ഇഞ്ച് പൈപ്പിൽ നിന്ന് നേരെ ഇവിടുന്ന് ഒരു 45 നേരെ ആ വേസ്റ്റ് കുഴിക്ക് നമ്മൾ കണക്ട് ചെയ്യും കേട്ടോ. കാണുന്ന വേസ്റ്റ് കുഴിക്ക് സെപ്പി ടാങ്കിൻ്റെ കുഴിയിലൊക്കെ സെപ്പി ടാങ്കാണ്. അത് 3 വരുന്ന സെപ്പി ടാങ്കാണ്. ഒരു ഔട്ട് അവിടെ വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ സെപ്പറേറ്റായിട്ട് കണക്ട് ചെയ്ത് വെക്കും. അതിന് കൂടെ തന്നെ അതിൻ്റെ ഒരു വേസ്റ്റ് ഔട്ട് ഇടാനുണ്ട്. അവിടെ നിന്ന് ഔട്ട് നമുക്ക് പൈപ്പ് ഇടാണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാണ്ട്. പിന്നെ ഇവിടെ നിന്ന് വെച്ചാൽ അവിടെ കാണുന്ന പൈപ്പ് ഉണ്ടല്ലോ. ഈ ഭാഗത്ത് വരുന്ന സോളാറിൻ്റെ പൈപ്പ് നമ്മൾ നേരിട്ട് അവിടെ കണക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു മെയിൻ ഹോൾ റെഡിമെയ്ഡല്ല വെക്കുന്നത്. ഇവിടെ നമ്മൾ കെട്ടി വെക്കുകയാണ്. റിംഗ് റൈസർ മുകളിൽ വെച്ച് ക്യാപ്പ് വെച്ചിട്ട് സുപ്രീമിൻ്റെ റൈസർ വരുന്നുണ്ടല്ലോ. അത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇവിടെ ചാക്കിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് മെയിൻ ഹോൾ നമ്മൾ കെട്ടി ഉണ്ടാക്കുകയാണ്. അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇവിടെ 4 ലൈൻ വരുന്നതുകൊണ്ട് നമ്മളത് കെട്ടി സെറ്റാക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ കണക്ട് ചെയ്തിട്ട് ഈ കാണുന്ന പൈപ്പ് 2 ഇഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ബാത്റൂമിൽ നിന്ന് വരുന്ന 2 ഇഞ്ചും ഇവിടെ വന്നിട്ട് നിർത്തുന്നുണ്ട്. ഇവിടുന്ന് 3 ഇഞ്ച് വൈ ആക്കിയിട്ട് ആ കുഴി കാണുന്ന കുഴിയിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ അവിടേക്ക് നമ്മൾ കറക്റ്റായിട്ട് അതിലേക്ക് നമ്മൾ വേസ്റ്റ് ഇടും 3 ഇഞ്ച് പൈപ്പ്. ഇവിടെ സോളാറിൻ്റെ പൈപ്പൊക്കെ നേരത്തെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കൺസീൽ ചെയ്ത് പുറത്തും കൂടി കാണാൻ വെച്ചിട്ട് അത് കൺസീൽ ചെയ്ത് വെച്ചാണ്. ഈ കാണുന്ന ഭാഗമൊക്കെ കൺസീൽ ചെയ്ത് വെച്ച് കണ്ടോ. ഈ സൈഡൊക്കെ ഒരുപാട് പൈപ്പ് ഇറങ്ങുന്ന കാണാൻ വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. എന്ന് വെച്ചാൽ 4 ഇഞ്ചിൻ്റെയൊക്കെ ഡോർ എൽബോ അല്ലെങ്കിൽ ഡോർട്ടി പലയിടത്തും പല രീതിയിൽ ചെയ്യാം. നമ്മൾ ഡോർട്ടി ഇടാറില്ല. ഇങ്ങനെ ഡോർ എൽബോ ഇടാറ്. വേറെ നല്ല സെപ്പി ടാങ്ക് ആയതുകൊണ്ട് ഇതിൽ നല്ല രീതിക്ക് സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് അടിയിലാകുമ്പോൾ എപ്പോഴും സ്മെല്ല് അടിയിക്കാക്കാൻ വരും. അപ്പോൾ നമ്മൾ എപ്പോഴും 4 ഇഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ എയർ പൈപ്പ് 4 ഇഞ്ച് തന്നെ നമ്മൾ മുകളിലേക്ക് നിർത്തി വെക്കും കേട്ടോ.
അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് സൈഡിൽ നമ്മൾ എയർ പൈപ്പ് കൊടുത്തിട്ടുണ്ട്, സ്മെല്ല് അടിക്കില്ല. പിന്നെ ഇതിലൊരു പ്രശ്നം പറഞ്ഞാൽ സൂട്ട് ക്ലോസറ്റൊക്കെ വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സൂട്ട് ക്ലോസറ്റ് ആണെങ്കിൽ നമ്മൾ ഓരോ ബാത്റൂമിനും സെപ്പറേറ്റ് ഒരു പൈപ്പ് ഇങ്ങനെ മോൾ വർക്ക് അടിച്ച് നിർത്തണം. അപ്പോൾ എയറിൻ്റെ പ്രശ്നം വരില്ല. അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒക്കെ വാൾമൗണ്ട് ക്ലോസറ്റാണ്, ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും അതേപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇനി വേറെ ഒരുപാട് വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സൈറ്റിൻ്റെ ഒരു ഹൗസ് വാമിംഗ് കാരണം കൊണ്ടാണ് നമ്മൾ നേരത്തെ വീഡിയോസൊന്നും അധികം പോസ്റ്റ് ചെയ്യാത്തത് കേട്ടോ. തിരക്ക് കാരണം കൊണ്ട് നമുക്ക് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറച്ച് സമയം എടുക്കുക കാരണം കൊണ്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനൽ വരാൻ കിടക്കുന്നുണ്ട്. ചാനലിൽ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്യാറ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ. ഹാരിസ്.